നമ്മളൊക്കെ ഹബ്ബുർ റസൂല് പഠിച്ചത് എങ്ങനെയാണ് നബിസ്നേഹം പഠിച്ചതൊക്കെ ബഹുമാനപ്പെട്ട ശൈഖുന മാടവന ഉസ്താദ് അവറുകൾ, അതുപോലെ ശൈഖുന പേരുൾ ഉസ്താദ് അവറുകൾ, ഫാറൂഖ് നഈമി ഉസ്താദ്, അവരിൽ നിന്നാണ് നമ്മൾ മദ്ഹുർ റസൂലും അതെങ്ങനെ പാടണം എങ്ങനെ പറയണം എന്ന് പഠിച്ചതൊക്കെ അവരിൽ നിന്നാണ്. അപ്പൊ ഈ മദ്ഹിന്റെ രംഗത്ത് ചില ആളുകളൊക്കെ കടന്നു വരുമ്പോ അവസരങ്ങളും സാഹചര്യങ്ങളും നോക്കാതെ അവരെവിടെന്നെങ്കിലും നിട്ട് കിട്ടിയ പാട്ടൊക്കെ കണ്ടു പാടും. അത് ചിലപ്പോൾ സിനിമ പാട്ടിന്റെ രീതിയിൽ എഴുതിയതായിരിക്കും. അത് ഹറാമാണോ അല്ലേ എന്നൊക്കെ തീരുമാനിക്കേണ്ട ഉസ്താദിനെ പോലത്തെ വലിയ ആലിമീങ്ങളാണ്. അപ്പൊ അങ്ങനത്തെ പാട്ടുകൾ പാടുമ്പോ ഉലമാഇന്റെ അടുത്ത് പ്രത്യേകിച്ചും അത് അംഗീകരിക്കപ്പെട്ടതാണോ, അതിലെ വാചകങ്ങൾ ശരിയാണോ, ആ പാട്ടുകൾ ആലിമീങ്ങൾ അംഗീകരിച്ചിട്ടുണ്ടോ, അതൊക്കെ നോക്കിയിട്ട് വേണം പാടാൻ. ഒരാൾ മൗലിദിനെ വിളിച്ചാൽ അവിടെ മൗലിദ് തന്നെ ഓതണം. ഒരാൾ ഒരു വീട്ടിൽ മൗലിദ് നേർച്ചയാക്കി വിളിച്ചാൽ അവിടെ പോയി പാട്ട് പാടാൻ പാടില്ല. അവിടെ ആ നേർച്ചയാക്കിയ മൗലിദ് തന്നെ ഓതണം. ബുറുദക്ക് വിളിച്ചാൽ അവിടെ ബുറുദ തന്നെ ഓടാൻ പാടുള്ളൂ. ഞാനിപ്പോ എറണാകുളത്ത് ചെന്നപ്പോൾ മിനിഞ്ഞാന്ന പരിപാടിക്ക് ചെന്നപ്പോൾ അവിടുത്തെ ഖത്തീബിനെ വിളിച്ച് ചോദിച്ചു, ഇവിടെ എന്താ ചെയ്യേണ്ടത്? ഉസ്താദെ മലയാളവും അറബും കൂടെ ഒന്നിച്ച് പാടണം. ഞാൻ ഏത് സദസ്സിൽ ചെന്നാലും അവരോട് ചോദിക്കും. ഉസ്താദിന്റെ അശറഖ ബൈത്ത് ഞാൻ ആലുവായിൽ ഒരു സദസ്സിൽ ഇങ്ങനെ പാടുക. ഒരു ചെറുപ്പക്കാരൻ, ഒരു നല്ല മനുഷ്യൻ പൊട്ടി അങ്ങോട്ട് കരഞ്ഞു. അബ്ദുക്കൽ മിസ്കീനു യർജു ഫളല غفير فيك قد أحسنت ظلي يا بشير يا نذير. ഞാനതിങ്ങനെ പാടിയപ്പോ നിങ്ങൾക്ക് ആർക്കും മനസ്സിലായില്ല. അങ്ങനെ പാടിപ്പോയി. പാവമാം ഞാൻ തേടിടുന്നു പാവനാദാനത്തിനായി, അങ്ങിലാണ് എന്റെ രക്ഷ യാ റസൂലല്ലാഹ്. ഉസ്താദ് അത് പരിഭാഷപ്പെടുത്തിയപ്പോ നമുക്ക് മനസ്സിലായി. അപ്പൊ അവിടെ ആ മൗലിദിൽ മലയാളം ചെല്ലാൻ പറ്റിയ സ്ഥലമായിരുന്നു. സയ്യിദന്മാരും ആലിമീങ്ങളൊക്കെയുണ്ട്. അവിടെ ഉസ്താദിന്റെ ഈ വരി അതിന്റെ അർത്ഥം പറഞ്ഞപ്പോ അങ്ങോട്ട് പൊട്ടിയണ്ട് കരഞ്ഞിട്ട് മൂക്കിയതും കണ്ണീന്നൊക്കെ വെള്ളം വരികയാണ് അദ്ദേഹം. അത് അവിടെ മലയാളം ചെല്ലാൻ പറ്റിയ സദസ്സ്, അവിടെ അങ്ങനെ ചൊല്ലണം. നേരെ മറിച്ച് മരണ വീട്ടിൽ പോയിട്ട് പാട്ടുപാടാൻ പറ്റൂല. കല്യാണ വീട്ടിൽ പാടാം. മരണ വീട്ടിൽ ഒരു നേർച്ചയാക്കിയ സ്ഥലത്ത്, വൃത നേർച്ചയാക്കിയ സ്ഥലത്ത് അത് ചെല്ലും. അല്ലെങ്കിൽ അവിടെ ആലിമീങ്ങൾ ഉണ്ടെങ്കിൽ അവരോട് ചോദിക്കണം ഇവിടെ എങ്ങനെയാണ് ചെയ്യേണ്ടത്. ആലിമീങ്ങളെ ബഹുമാനിക്കണം. അടുത്ത കാലത്തൊക്കെ ചില വിഷയങ്ങൾ ഉണ്ടായതുകൊണ്ട് 20 വർഷമായി ഞാൻ ഈ മേഖലയിലുണ്ട്. അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട്, ഉസ്താദിന്റെ പൊരുത്തം കൊണ്ട് ഒരു പരിപാടി തുടങ്ങിയാൽ ഒരാളും സദസ്സിൽ നിന്ന് കഴിയാതെ എഴുന്നേറ്റ് പോകലില്ല. അവിടെ ഇരിക്കലാണ്. ആ സദസ്സിന്റെ ആവശ്യമനുസരിച്ച്, അവിടുത്തെ സാഹചര്യം അനുസരിച്ച് പരിഭാഷ വേണോ അതൊക്കെ ചൊല്ലിക്കൊടുക്കലാണ്. അപ്പൊ മദ്ഹ് പറയുന്ന ആളുകൾ, പാടുന്ന ആളുകൾ യൂട്യൂബിലൊക്കെ അത് കേൾക്കുമല്ലോ. ഞാൻ ഈ രംഗത്ത് ഉള്ള ആളായതുകൊണ്ട് ഞാൻ എന്റെ കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. റബീഉൽ അവ്വലിൽ ഒന്ന് പരിപാടി തുടങ്ങിയത് തലക്കടത്തൂരി വെച്ചാണ്. അവിടെ നിറച്ച് ആലിമീങ്ങളാണ്. മൗലിദിൽ നിന്നും വല്ലാണ്ട് ഇഷ്ടമില്ലാത്ത ഒരാൾ അവിടെ ഉണ്ടായിരുന്നു. പിറ്റേ ദിവസം ഗൾഫിൽ നിന്ന് വന്നിട്ടുള്ളൂ. ഞാൻ അവരോട് പറഞ്ഞു, ഇത് നേർച്ചയാക്കിയ മൗലിദല്ല, ഇത് ആസ്വാദന സദസ്സാണ്. ഞാൻ ആ നിലക്കേ ചൊല്ലുള്ളൂ. ഒരൊറ്റ ആളും എഴുന്നേറ്റ് പോയില്ല. അതിന്റെ സൈഡിൽ ഒരാളിരുന്നിരുന്നു. അയാൾ ഗൾഫിൽ നിന്ന്. അയാൾ പറഞ്ഞു, ഞാൻ ഇങ്ങനത്തെ ഒരു ആസ്വദിക്കാൻ പറ്റിയ സദസ്സ് കണ്ടിട്ടില്ല. അപ്പൊ ഇതുകൊണ്ട് വലിയ ഗുണമുണ്ട്. മലയാളത്തിൽ പാടുമ്പോൾ അതിന്റെ പരിഭാഷ പറയുമ്പോൾ ഒരുപാട് ആളുകൾക്ക് മാറ്റമുണ്ട്. ഒരുപാട് ചെറുപ്പക്കാരെ മാറ്റിയെടുക്കാൻ കഴിയുന്നുണ്ട്. പക്ഷേ മദ്ഹ് പാടുന്ന ആളുകൾ എന്ത് ചെയ്യണം? സാഹചര്യങ്ങൾ നോക്കണം. ആലിമീങ്ങളുടെ അഭിപ്രായം ചോദിക്കണം. എല്ലായിടത്തും കയറി പാടാൻ പാടില്ല. ആലിമീങ്ങളുള്ള സദസ്സിൽ, അത് അതിൻ്റെതായ സദസ്സിൽ മാത്രമേ അത് ചെയ്യാൻ പാടുള്ളൂ. അല്ലാതപ്പോഴാണ് നമ്മുടെ ആലിമീങ്ങൾക്ക് ഇടപെടേണ്ടി വരുന്നത്. അവർക്ക് ഇടപെടാം, തടയാം, ഉപദേശിക്കാം. അതിന് അധികാരമുണ്ട്.